ഉണ്ടാക്കിയ ഉടനെ ചൂടോടുകൂടി തന്നെയോ അതല്ലെങ്കിൽ തണുപ്പിച്ചോ സെർവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡ്രിങ്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ബദാം മിൽക്ക്. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇത് 1/4 കപ്പ് ബദാം, ഏകദേശം 30 എണ്ണത്തോളമുണ്ട്. ഇതുപയോഗിച്ച് 2 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് നമ്മൾ ബദാം മിൽക്ക് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അതിനായിട്ട് നല്ല തിളയ്ക്കുന്ന ചൂടുവെള്ളം അല്പം ഇതിലേക്ക് ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ച് ഏകദേശം 15 മിനിറ്റ് നേരം വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. ചൂടുവെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് കുറഞ്ഞത് 5 മണിക്കൂർ നേരമെങ്കിലും സാധാരണ വെള്ളത്തിൽ കുതിർത്തെടുത്താലും മതിയാകും. ബദാം കൂടാതെ നമുക്ക് വേണ്ടത് 2 കപ്പ് പാലാണ്, അതായത് 1/2 ലിറ്റർ പാല്. പാൽ ഇതുപോലെ ഒരു സോസ് പാനിൽ അളന്നെടുത്ത് വയ്ക്കുക. ഇതിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഓരോന്നായി എടുത്ത് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് ഇതിന്റെ തൊലി ഉരിഞ്ഞെടുക്കാവുന്നതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. മുഴുവൻ ബദാമും അതിന്റെ സ്കിൻ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ചെറിയ ജാറിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1/2 ലിറ്റർ പാലിൽ നിന്നും 1/4 കപ്പ് പാലെടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. അതോടൊപ്പം തന്നെ ഏലക്ക 2 എണ്ണം ചേർക്കുക. ഇനി മിക്സിയുടെ ജാർ അടച്ച ശേഷം ഇത് അരച്ചെടുക്കുക. ബദാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കുക. അടുത്തതായി നേരത്തെ എടുത്തു വെച്ചിരുന്ന പാല് തിളപ്പിക്കാൻ വെക്കുക. ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുന്നത് പാട കെട്ടാതിരിക്കാൻ സഹായിക്കും. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. പിന്നീട് ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർക്കുക. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അല്പം സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂ ചേർക്കുക. സാഫ്രോൺ ഓപ്ഷണലാണ്. നല്ലൊരു കളറും മണവും ഫ്ലേവറും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് ചേർക്കുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ബദാം ചേർക്കുക. വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഏകദേശം 3 മിനിറ്റ് നേരമാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത്. സാഫ്രോണിന്റെ കളറ് പാലിലേക്ക് നന്നായിട്ട് ഇറങ്ങുന്നതിനും അതുപോലെ തന്നെ ബദാം നന്നായിട്ട് വേവുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അഥവാ പാല് തിളച്ച് മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ സ്റ്റൗവിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. അതുപോലെ തന്നെ സ്പീഡിൽ ഇളക്കി കൊടുക്കുന്നതും പാല് തിളച്ച് മുകളിലേക്ക് വരാതിരിക്കാൻ സഹായിക്കും. ഏകദേശം 3 മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നീട് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റുക. അതിനുശേഷം അല്പം ചോപ്പ് ചെയ്ത ബദാമും അതുപോലെ തന്നെ സാഫ്രോണും ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ബദാം മിൽക്ക് ചൂടോടുകൂടിയോ തണുപ്പിച്ചോ കഴിക്കാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.